മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മുന്നണികൾ. ഒരു മാസക്കാലം നീണ്ടുനിന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒടുവിൽ മലപ്പുറം വിധിയെഴുതി കാത്തിരിക്കുകയാണ്. വോട്ടെണ്ണലിന് മലപ്പുറം ഗവൺമെന്റ് കോളേജായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടുകൾ 10 വീതം ടേബിളുകളിലായാണ് എണ്ണുക. ആദ്യം നഗരസഭകളിലെയും ഒപ്പം പഞ്ചായത്തുകളിലെയും വോട്ടുകൾ എണ്ണും. 3 മണിക്കൂറിനകം വോട്ടെണ്ണൽ പൂർത്തിയാകും. 11 മണിയോടെ അന്തിമ ഫലമറിയാം. 71.33% ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് 72.21%. പോളിംഗിൽ കുറവുണ്ടെങ്കിലും ഇരുമുന്നണികളും ഒരുപോലെ പ്രതീക്ഷയിലാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. CPIയെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച ഹസന്റെ നിലപാട് അഭ്യാസം മാത്രമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. MM ഹസന്റെ അഭ്യാസം നടക്കാത്ത കാര്യമാണെന്നും കോടിയേരി ദില്ലിയിൽ പറഞ്ഞു. CPIയും CPIMും തമ്മിൽ നയപരവും ആശയപരവുമായ പ്രശ്നങ്ങളില്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി ദില്ലിയിൽ വ്യക്തമാക്കി. കേന്ദ്രഭരണം ഉപയോഗിച്ച് RSS കേരളത്തിൽ ആക്രമണം അഴിച്ചുവിടുകയാണെന്നും കോടിയേരി പറഞ്ഞു. കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ കോൺഗ്രസ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാരുമായിട്ട് BJP ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്, BJPയിലേക്ക് ചേർക്കാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള കോൺഗ്രസ്സുകാരത്തിനെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചില അഭ്യാസങ്ങൾ ഹസന് പ്രകടിപ്പിക്കേണ്ടതായിട്ട് വരും. അത് ഹസൻ്റെ ഒരു പരിപാടി എന്നുള്ളതിൽ കവിഞ്ഞ് അതിന് യാതൊരുവിധ പ്രാധാന്യവുമില്ല. KPCC പ്രസിഡന്റ് സ്ഥാനത്തെപ്പറ്റി പരക്കുന്ന വാർത്തകൾ ഭാവനകൾ മാത്രമാണെന്ന് MM ഹസൻ. ഇപ്പോൾ പ്രസിഡന്റ് താനാണെന്നും ഹൈക്കമാൻഡിൽ നടക്കുന്ന ചർച്ചകളെക്കുറിച്ച് അറിയില്ലെന്നും ഹസൻ പറഞ്ഞു. അതെ, താൽക്കാലിക പ്രസിഡന്റായിട്ടാണ്, അടുത്ത പ്രസിഡന്റ് വരുന്നത് വരെയാണ് എന്നെ നിയമിച്ചത്. നൗ ഐ ആം ദ പ്രസിഡന്റ്. ഇലക്ഷൻ നടത്തുന്നത് IPCC അല്ല, ദാറ്റ് ഈസ് എൻ ഇൻഡിപെൻഡന്റ് അതോറിറ്റി. ഇലക്ഷൻ അതോറിറ്റിയാണ്. ഇവിടെ ഒരു സ്റ്റേറ്റ് റിട്ടേണിംഗ് ഓഫീസറെ നിയമിച്ചിട്ടുണ്ട്, തമിഴ്നാട്ടിലെ ഒരു സീനിയർ ലീഡർ. അവരാണ് ഇലക്ഷൻ നടത്തുന്നത്. അപ്പോൾ എൻ്റെ അണ്ടറിൽ ഇലക്ഷൻ നടക്കുക എന്നുള്ളത് തന്നെ വെറും ഒരു ഭാവനയും വെറും ഒരു സങ്കല്പവുമാണ്. അമേരിക്കയുടെ കടുത്ത ഭീഷണി വകവയ്ക്കാതെ ഉത്തര കൊറിയ വീണ്ടും മിസൈൽ പരീക്ഷണം നടത്തി. എന്നാൽ മിസൈൽ പരീക്ഷണം പരാജയപ്പെടുമെന്ന് അമേരിക്കയും ദക്ഷിണ കൊറിയയും അറിയിച്ചു. ഇന്ന് പുലർച്ചെ ഉത്തര കൊറിയയുടെ കിഴക്കൻ തീരത്തെ സിൻപോയിലാണ് മിസൈൽ പരീക്ഷിക്കാൻ ശ്രമിച്ചതെന്ന് ദക്ഷിണ കൊറിയൻ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. അമേരിക്കയുടെ കടുത്ത ഭീഷണി വകവയ്ക്കാതെയാണ് ഉത്തര കൊറിയ വീണ്ടും മിസൈൽ പരീക്ഷണം നടത്തിയത്. എന്നാൽ മിസൈൽ പരീക്ഷണം പരാജയപ്പെട്ടുവെന്ന് അമേരിക്കയും ദക്ഷിണ കൊറിയയും അറിയിച്ചു. ഇന്ന് പുലർച്ചെ ഉത്തര കൊറിയയുടെ കിഴക്കൻ തീരത്തെ സിൻപോയിലാണ് മിസൈൽ പരീക്ഷിക്കാൻ ശ്രമിച്ചതെന്ന് ദക്ഷിണ കൊറിയൻ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഏതുതരം മിസൈലാണ് പരീക്ഷിച്ചതെന്ന് വ്യക്തമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അത് ഭൂഖണ്ഡാന്തര മിസൈൽ അല്ലെന്നാണ് US-ന്റെയും ദക്ഷിണ കൊറിയയുടെയും വിലയിരുത്തൽ. ആണവ പരീക്ഷണങ്ങളെ എതിർക്കുന്നവർക്കുള്ള മുന്നറിയിപ്പെന്ന നിലയിൽ ഇന്നലെ തലസ്ഥാനമായ പ്യോങ്യാങ്ങിൽ ഉത്തര കൊറിയ സൈനിക പരേഡ് നടത്തിയിരുന്നു. മിസൈലുകൾ ഉൾപ്പെടെ വൻ ആയുധശേഖരം പ്രദർശിപ്പിച്ചായിരുന്നു പരേഡ്. സൈനിക പരേഡ് അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പാണെന്ന് വാർത്തകളുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് മിസൈൽ പരീക്ഷണമെന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ കൊറിയ 6ാമത്തെ അണുപരീക്ഷണം നടത്താൻ ഒരുങ്ങുകയാണെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഈ പരീക്ഷണങ്ങളെ അമേരിക്ക ശക്തമായി എതിർത്തിരുന്നു. പരീക്ഷണങ്ങളിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ പരീക്ഷണങ്ങളിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ഉത്തര കൊറിയ. പ്രകോപനം തുടർന്നാൽ യുദ്ധത്തിന് മടിക്കില്ലെന്നും ഉത്തര കൊറിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്. സിറിയയിൽ ബസ്സിന് നേരെയുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിൽ 112 പേർ കൊല്ലപ്പെട്ടു. വിമതരുടെ നിയന്ത്രണത്തിലുള്ള പട്ടണങ്ങളിൽ നിന്ന് ആളുകളുമായി സർക്കാർ നിയന്ത്രിത മേഖലയിലേക്ക് പോകുന്ന ബസ്സിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഭീകരരാണ് സ്ഫോടനം നടത്തിയതെന്നും സിറിയൻ TV അറിയിച്ചു. അലപ്പോയുടെ സർക്കാർ നിയന്ത്രിത പ്രദേശങ്ങളിലേക്ക് പോകാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഫുവ, കാഫ്രയ പട്ടണങ്ങളിൽ കാത്തുനിൽക്കുന്നത്. വിമതരുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഒഴിപ്പിക്കൽ നടക്കുന്നത്. അതേസമയം സിറിയൻ സേനയ്ക്കെതിരെ വീണ്ടും ആക്രമണം പാടില്ലെന്ന് റഷ്യ, സിറിയ, ഇറാൻ എന്നീ രാജ്യങ്ങൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. വിമാനം റാഞ്ചാൻ ഭീഷണിയെ തുടർന്ന് രാജ്യത്തെ 3 പ്രധാന വിമാനത്താവളങ്ങളിൽ കനത്ത ജാഗ്രത. ഹൈദരാബാദ്, ചെന്നൈ, മുംബൈ വിമാനത്താവളങ്ങളിൽ വിമാന റാഞ്ചാൻ പദ്ധതിയുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച് മുംബൈ പോലീസിന് അജ്ഞാത സ്ത്രീയുടെ ഇമെയിൽ സന്ദേശവും ലഭിച്ചിട്ടുണ്ട്. മുംബൈ, ചെന്നൈ, ഹൈദരാബാദ് വിമാനത്താവളങ്ങളിൽ വിമാന റാഞ്ചൽ ഭീഷണിയെ തുടർന്ന് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. ശനിയാഴ്ച രാത്രിയോടെയാണ് മുംബൈ പോലീസ് കമ്മീഷണർക്ക് ഈസ്റ്റർ ദിനത്തിൽ വിമാനങ്ങൾ തട്ടിയെടുക്കുമെന്നുള്ള സന്ദേശം ലഭിച്ചത്. വിമാനം തട്ടിയെടുക്കുവാൻ 6 യുവാക്കൾ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും ഗൂഢാലോചനയിൽ 23 പേർ പങ്കെടുത്തിട്ടുണ്ടെന്നുമായിരുന്നു സന്ദേശത്തിൽ. ഒരു യുവതിയാണ് ഇമെയിൽ സന്ദേശം അയച്ചിരിക്കുന്നത്. റാഞ്ചൽ ഭീഷണിയെ തുടർന്ന് ഡൽഹിയടക്കമുള്ള മറ്റ് വിമാനത്താവളങ്ങളിലും മെട്രോകളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. യാത്രക്കാരെ കർശന പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുള്ളൂ.
ഭീഷണിയെ തുടർന്ന് വിമാനത്താവളങ്ങളിലെ സന്ദർശന ഗാലറികൾ അടച്ചിട്ടിരിക്കുകയാണ്. ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ സിറ്റി പോലീസിന്റെയും മറ്റ് ഏജൻസികളുടെയും സഹായം തേടിയിട്ടുണ്ടെന്ന് CISF ഡയറക്ടർ OP സിംഗ് അറിയിച്ചു. സംസ്ഥാന ഇന്റലിജൻസ് ബ്യൂറോയുടെ സഹായത്തോടെ സുരക്ഷ കർശനമാക്കാൻ കേന്ദ്ര സർക്കാരും നിർദ്ദേശം നൽകി കഴിഞ്ഞു. എന്നാൽ ഡെറാഡൂൺ ജോളി ഗ്രാൻഡ് വിമാനത്താവളത്തിൽ വെച്ച സാറ്റലൈറ്റ് ഫോണുമായി ഒരു യുവതി പിടിയിലായിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. BJPയുടെ വെല്ലുവിളികളെ നേരിടാൻ ദേശീയ ബദൽ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാർ. ഇതിന് NCP മുൻകൈയെടുക്കുമെന്നും ഇടതുപക്ഷത്തിന്റെ പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. വിവാദങ്ങൾ അവസാനിച്ചാൽ AK ശശീന്ദ്രനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുമോ എന്ന ചോദ്യത്തിന് ഈ വിഷയത്തിൽ തോമസ് ചാണ്ടി അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു പവാറിന്റെ മറുപടി. And some of the states we had taken program of certain sections, essentially like minorities, tribal, scheduled caste, youth. So in Kerala, we are organizing these minorities convention today. Why we are given importance to this of particular subject? You see, people of India has given opportunity to Bharatiya Janata Party to look after the reins of the country. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതിയായ കേതലിന്റെ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും അവസാന ഘട്ടത്തിലേക്ക്. തെളിവെടുപ്പ് പൂർത്തിയാക്കുന്നതിനായി കേതൽ ജിൻസൺ രാജയെ അന്വേഷണ സംഘം ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. കേതലിന്റെ കസ്റ്റഡി കാലാവധി ഈ മാസം 20-ന് അവസാനിക്കും. അതേസമയം കേതൽ ആസൂത്രിതമായി പകയോടെയാണ് മാതാപിതാക്കൾ ഉൾപ്പെടെ 4 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. തിരുവനന്തപുരം നന്ദൻകോട് 4 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ കേതൽ ജിൻസൺ രാജയ്ക്ക് ഒടുവിൽ കുറ്റസമ്മതം നടത്തേണ്ടി വന്നിരിക്കുകയാണ്. ഇതോടെ കേസിലെ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. മാതാപിതാക്കളായ ഡോക്ടർ ജീൻ പത്മ, പ്രൊഫസർ രാജ് തങ്കം, സഹോദരി കരോളിൻ എന്നിവരെ മഴ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തി മൃതദേഹങ്ങൾ കത്തിച്ചത് താൻ തന്നെയാണെന്ന വസ്തുത പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കേതൽ സമ്മതിച്ചു. ജീൻ പത്മയുടെ സഹോദരി ലളിതയെ കൊലപ്പെടുത്തിയ കാര്യവും കേതൽ വെളിപ്പെടുത്തി. സംഭവത്തിൽ പോലീസ് നടത്തിയ തെളിവെടുപ്പിൽ കൊലപാതകം നടത്തിയത് കേതലാണ് എന്നതിന് സാഹചര്യ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. കേതൽ പെട്രോൾ വാങ്ങിയ പമ്പ്, സഞ്ചരിച്ച ഓട്ടോറിക്ഷ, ഭക്ഷണം വാങ്ങിയ ഹോട്ടൽ, വിഷം വാങ്ങിയ കട, ഇന്റർനെറ്റ് കഫേ എന്നിവിടങ്ങളിൽ നടത്തിയ തെളിവെടുപ്പിലും കേതലിനെതിരായ തെളിവുകൾ പോലീസിന് ശേഖരിക്കാനായി. ചെന്നൈയിലെ 2 ദിവസത്തെ തെളിവ് ശേഖരിക്കലിന് ശേഷം പോലീസ് ശാസ്ത്രീയ പരിശോധനകളുടെ ഫലം പരിശോധിക്കും. ആസൂത്രിതമായി പകയോടെ ക്രൂരമായി നടത്തിയ കൊലപാതകമാണെന്ന കാര്യം കേതൽ ജിൻസൺ രാജ സമ്മതിച്ചതോടെ അന്വേഷണ സംഘത്തിന് കാര്യങ്ങൾ എളുപ്പമാവുകയായിരുന്നു. കേതലിന്റെ ആസ്ട്രോ പ്രൊജക്ഷനും മാനസിക രോഗമുണ്ടെന്ന അഭിനയവുമൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ വിദഗ്ധ ഡോക്ടർമാരുടെ സഹായത്തോടെയുള്ള ചോദ്യം ചെയ്യലിൽ പൊളിച്ചടുക്കി. മഴുവിൽ നിന്ന് ലഭിച്ച വിരലടയാളം കേതലിൻ്റേതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. DNA, രക്തസാമ്പിളുകളുടെ പരിശോധന, ഫോറൻസിക് ശാസ്ത്രീയ പരിശോധന തുടങ്ങിയവ ലഭിച്ചാൽ അന്വേഷണ സംഘം കേസിൽ കുറ്റപത്രം തയ്യാറാക്കും. ചെന്നൈയിലെ തെളിവെടുപ്പ് പൂർത്തിയാകുന്നതോടെ പോലീസ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും. ഈ മാസം 20-ന് കേതലിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. യേശുദേവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണ പുതുക്കി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. തിരുവനന്തപുരം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ഉയർപ്പ് ശുശ്രൂഷയ്ക്ക് ക്ലീമീസ് കാതോലിക്ക ബാവ നേതൃത്വം നൽകി. 50 ദിവസത്തെ നോമ്പാചരണത്തിന്റെ വിശുദ്ധിയോടെയാണ് ഓരോ വിശ്വാസിയും ഈസ്റ്റർ ആഘോഷിച്ചത്. ഉയർപ്പ് തിരുനാൾ ആചരിക്കുമ്പോൾ പാപത്തെ കീഴടക്കി പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കുമെന്ന വിശ്വാസമാണ് ക്രൈസ്തവർക്കുള്ളത്. ലോകത്തിന്റെ പാപങ്ങളെല്ലാം സ്വന്തം ചുമരിലേറി കുരിശിലേറി യേശുദേവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിയതിന്റെ ഓർമ്മ ക്രൈസ്തവർ പുതുക്കിയത് പ്രത്യേക പ്രാർത്ഥനകളോടെയാണ്. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും ഉയർപ്പ് ശുശ്രൂഷയും ഉണ്ടായിരുന്നു. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ഉയർപ്പ് ശുശ്രൂഷയ്ക്ക് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ നേതൃത്വം നൽകി. വിശ്വാസികളുടെ വലിയ തിരക്കാണ് പള്ളികളിൽ അനുഭവപ്പെട്ടത്. പാളയം പള്ളിയിൽ നടന്ന ചടങ്ങില് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ M. സൂസപാക്യം നേതൃത്വം നൽകി. പ്രചോദനത്താലല്ലാതെ ഒരു വിശ്വാസിയുടെയും ഒരു തരത്തിലുമുള്ള സുഹൃത വളർച്ചയും കൈവരുന്നില്ലല്ലോ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി. തിരുവനന്തപുരത്തെ എല്ലാ പ്രധാന ദേവാലയങ്ങളിലും ഉയർപ്പ് ശുശ്രൂഷ ചടങ്ങുകൾ നടന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മദ്യഷാപ്പ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയെന്നാൽ പാപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുക എന്നാണ് അർത്ഥമെന്ന് മാർ ജോർജ് ആലഞ്ചേരി. ഈസ്റ്റർ സന്ദേശത്തിലാണ് ആലഞ്ചേരിയുടെ വിമർശനം. ജെറൂസലേം ദേവാലയത്തിൽ ഈസ്റ്ററിനോടനുബന്ധിച്ച് സഞ്ചാരികളുടെ പ്രവാഹം. യേശുദേവനെ അടക്കം ചെയ്ത കല്ലറ തുറന്നതിന് ശേഷമുള്ള ആദ്യ ഈസ്റ്റർ ആഘോഷത്തിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്നുള്ള സംഘവും ജെറൂസലേമിലെത്തിയിരുന്നു.
കത്തോലിക്ക ഓർത്തഡോക്സ് വിഭാഗങ്ങൾ സംയുക്തമായാണ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. ജെറുസലേമിലെ ഈസ്റ്റർ വിശേഷങ്ങളുമായി ശ്ലീബ കാട്ടുമങ്ങാട്ടിന്റെ ടെലി റിപ്പോർട്ട്. വളരെ അനുഗ്രഹകരമായി വിവിധ രാജ്യങ്ങളിൽ വന്ന അനേക ആയിരങ്ങൾ പങ്കെടുത്ത ഒരു ഉയർപ്പ് പെരുന്നാളായിരുന്നു ആഘോഷമായിട്ട്. വളരെ അപൂർവമായി വരുന്ന കത്തോലിക്ക സഭയുടെയും ഓർത്തഡോക്സ് സഭകളുടെയും ഒരുമിച്ചുള്ള ആഘോഷമായിരുന്നു ഈ പ്രാവശ്യം നടന്നത്. കത്തോലിക്ക സഭയുടെ ജെറുസലേം പാത്രീക്കീസ് പിയർ പക്കിസ്ത ആണ് പ്രധാന കാർമ്മികത്വം വഹിച്ച് ഉയർപ്പ് പെരുന്നാളിന്റെ ആഘോഷത്തിന് നേതൃത്വം കൊടുത്ത് വിവിധ ഓർത്തഡോക്സ് സഭകളുടെ മേലധ്യക്ഷന്മാരും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നും വന്നിരുന്ന ചെറിയ തീർത്ഥാടക സംഘത്തിന് ആത്മീയമായ നേതൃത്വം കൊടുത്തുകൊണ്ട് കുര്യാക്കോസ് മാർ ഔസേബിയസ് തിരുമനസാണ് പ്രധാന ആത്മീയ നേതൃത്വം കൊടുത്ത് ഈസ്റ്റർ ആശംസകൾ നേർന്നത്. വളരെ അനുഗ്രഹപ്പെട്ട ഒരു അനുഭവമായിരുന്നു വിവിധ രാജ്യങ്ങളിൽ ഒരുമിച്ച് കൂടിയിരുന്നവരുടെ ഈ ആഘോഷങ്ങൾ. സഞ്ചാരികളുടെ ഒഴുക്ക് ഈ പ്രാവശ്യം വളരെ കൂടുതലായിട്ടാണ് കാണപ്പെട്ടത്. അപൂർവമായിട്ടാണ് ഇങ്ങനെ കാണപ്പെടുന്നത്. എല്ലാ വർഷങ്ങളും ഉള്ളതുപോലെയല്ല. ഈ കല്ലറ തുറന്ന ശേഷമുള്ള ആദ്യത്തെ ഉയർപ്പ് പെരുന്നാളാണ് അവിടെ ആഘോഷിക്കപ്പെട്ടത്. കോഴിക്കോട് നഗരത്തിൽ ബേക്കറി കടകളിലും മൊത്തവ്യാപാര കേന്ദ്രങ്ങളിലും ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധന. കഴിഞ്ഞ ദിവസം ജെല്ലി മിഠായി കഴിച്ച് ഭക്ഷ്യവിഷബാധ മൂലം 4 വയസ്സുകാരൻ മരിച്ചതിനെ തുടർന്നാണ് പരിശോധന. കടയിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. കോഴിക്കോട് മുഫ്യൂസിൽ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് പരിശോധന നടത്തിയത്. പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിച്ചു. കഴിഞ്ഞ 6 വർഷമായി വേനൽക്കാലങ്ങളിൽ ഉപ്പുവെള്ളത്തിന്റെ ദുരിതമനുഭവിക്കുകയാണ് കണ്ണൂർ കാട്ടാമ്പള്ളിയിലെ 1000-ലേറെ കുടുംബങ്ങൾ. ചെമ്മീൻ പാടത്തിലേക്ക് ഉപ്പുവെള്ളം ലഭിക്കാനായി വളപട്ടണം പുഴയിലെ കാട്ടാമ്പള്ളി ഷട്ടർ അധികൃതർ വേനൽക്കാലത്ത് തുറന്നുവെക്കുന്നതാണ് കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന ജലാശയങ്ങളെ മലിനപ്പെടുത്തുന്നത്. പ്രശ്നപരിഹാരത്തിന് അധികൃതർ തയ്യാറാകാത്തതോടെ ജനങ്ങൾ ശക്തമായ പ്രതിഷേധത്തിലാണ്. വേനൽക്കാലത്ത് വേലിയേറ്റത്തിന്റെ ഭാഗമായി കടലിൽ നിന്നും പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് ഒഴിവാക്കാനായാണ് വളപട്ടണം പുഴയിൽ കാട്ടാമ്പള്ളിയിൽ സ്ഥിരം ഷട്ടർ സംവിധാനം ഏർപ്പെടുത്തിയത്. നവംബർ മാസത്തോടെ ഈ ഷട്ടർ താഴ്ത്തിവെക്കും. ഇതോടെ പുഴയുടെ മേലെ ഭാഗങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറില്ല. കൃഷിക്കും കുടിവെള്ളത്തിന്റെ ഉപയോഗത്തിനും ഷട്ടർ ഏറെ പ്രയോജനപ്പെട്ടു. എന്നാൽ മുണ്ടേരി, കൊളച്ചേരി പ്രദേശങ്ങളിൽ ഏതാനും ചെമ്മീൻ കൃഷിക്കാർ ചെമ്മീൻ പാടം തുടങ്ങിയതോടെയാണ് നാറാത്ത് പ്രദേശത്തെ ജനങ്ങൾ കുടിവെള്ള പ്രശ്നം നേരിട്ട് തുടങ്ങിയത്. മുൻ സർക്കാരിന്റെ കാലത്ത് മുഴുവൻ സമയവും ഷട്ടർ തുറന്നു വെക്കാൻ തീരുമാനിച്ചു. ചെമ്മീൻ പാടങ്ങളിൽ ഉപ്പുവെള്ളം ലഭിക്കുന്നതിനു വേണ്ടിയാണിതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം സജീവൻ: കാട്ടാമ്പള്ളി ഷട്ടർ 5-6 വർഷമായിട്ട് സ്ഥിരം തുറന്നു വെച്ചതിന് ഫലമായി നാറാത്ത് പഞ്ചായത്തിനകത്ത് ഉള്ള 6-7 വാർഡുകളിൽ ഉപ്പുവെള്ള പ്രശ്നം രൂക്ഷമായതുകൊണ്ട് 1000-ഓളം കുടുംബങ്ങൾ വെള്ളത്തിന് വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കൊളച്ചേരി പഞ്ചായത്തിൻ്റെയും മുണ്ടേരി പഞ്ചായത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള ചെമ്മീൻ കൃഷി, ചെമ്മീൻ ലോബികൾക്ക് വേണ്ടി അന്നത്തെ ഗവൺമെൻറ് ഷട്ടർ തുറന്നു വെച്ച കാരണമാണ് ഈ പ്രയാസം ഉണ്ടായിട്ടുള്ളത്. കിണറുകളിലേക്കും മറ്റു ജലാശയങ്ങളിലേക്കും ഉപ്പുവെള്ളം വ്യാപിച്ചതോടെ 6 വർഷത്തോളമായി പറഞ്ഞറിയിക്കാനാകാത്ത ദുരിതത്തിലാണ് നാട്ടുകാർ. കുട്ടികളെ സ്കിന്നാണെങ്കിൽ തോലിങ്ങനെ പൊട്ടി വരുന്ന അവസ്ഥയാണ്. കുളിപ്പിക്കാനോ ആക്കാനോ ഒന്നിനും കഴിയുന്നില്ല. അത് മാത്രമല്ല, നമ്മൾ ഈ 3 മാസക്കാലം ഇങ്ങനെ ബക്കറ്റും വെള്ളം എടുത്ത് നടന്നിട്ട് പ്രായ ആൾ വരെ ഇങ്ങനെ എടുത്തിട്ട് നടക്കുമ്പോൾ കൈ വേദന, കാല് വേദന. പാത്രങ്ങളും കക്കൂസുകളും എല്ലാം പിന്നെ നിലമൊന്നും തുടക്കാൻ കഴിയുന്നില്ല. കുട്ടികളെ കുളിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ആകുമ്പോൾ 8 വർഷമായി നമ്മളിവിടുന്ന് കഷ്ടപ്പെടുന്നു. നമ്മൾ വെള്ളം കടത്താൻ പോകുന്നത് തന്നെ ദൂര സ്ഥലത്തിലാണ്. അപ്പോൾ ചെറിയ മക്കളെയും പ്രായമായ ആൾക്കാർ എല്ലാം ആക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. കുടിവെള്ളം ലഭിക്കാൻ ബദൽ സംവിധാനങ്ങളൊന്നും ഇവിടെയില്ല. ചെമ്മീൻ കർഷകർക്ക് വേണ്ടി തങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കരുതെന്നാണ് പൊതുസമൂഹത്തിന്റെ ആവശ്യം. അധികൃതരാണ് ഇനി പ്രശ്നപരിഹാരം കണ്ടെത്തേണ്ടത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കടുത്ത വേനലിൽ വർണ്ണവിസ്മയം തീർത്ത് 11ാമത് തേക്കടി പുഷ്പമേള. തേക്കടി അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും മണ്ണാറത്തറയിൽ ഗാർഡൻസും കുമളി ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് മേള സംഘടിപ്പിക്കുന്നത്. കാർഷിക വില പ്രദർശനം, ഫോട്ടോ പ്രദർശനം തുടങ്ങി 90ഓളം സ്റ്റാളുകളുടെ പ്രദർശന വിപണന സ്റ്റാളുകൾ മേളനഗരിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. കുട്ടികളെ ആകർഷിക്കാൻ വിവിധ റൈഡുകളും പ്രവർത്തന സജ്ജമായി. തേക്കടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾ മേളനഗരിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. വിനോദസഞ്ചാരികൾക്കൊപ്പം തദ്ദേശീയരായ സാധാരണക്കാരും അവധിക്കാലം ആഘോഷിക്കാൻ എത്തുന്നു. മേളയോടനുബന്ധിച്ച് കുട്ടികൾക്കും വീട്ടമ്മമാർക്കും വിവിധ മത്സരങ്ങൾ, സെമിനാറുകൾ, പക്ഷിമേള എന്നിവയ്ക്ക് പുറമെ എല്ലാ ദിവസവും വൈകുന്നേരം കലാപരിപാടിയും അരങ്ങേറും. ഒരാൾക്ക് പ്രവേശന ഫീസ് 40 രൂപയാണ് മേളനഗറിൽ കടക്കാൻ. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ പ്രവേശനവും അനുവദിച്ചിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വേനൽ മഴയിൽ തിരുവനന്തപുരം ജില്ലയിൽ കനത്ത കൃഷിനാശം. അരുവിക്കര പഞ്ചായത്തിൽ മാത്രം 6000-ലധികം വാഴകൾ നിലംപൊത്തി. മറ്റ് കാർഷിക മേഖലകളിലും വലിയ തോതിൽ കൃഷി നശിച്ചിട്ടുണ്ട്.
2 ദിവസത്തെ വേനൽ മഴയിൽ തിരുവനന്തപുരം ജില്ലയിലാകെ കനത്ത കൃഷിനാശമാണുണ്ടായത്. 2000 വാഴ കൃഷി ചെയ്ത അരുവിക്കരയിലെ സുരേന്ദ്രന്റെ 1700 വാഴയും കാറ്റിൽ നിലംപൊത്തി. 8 ലക്ഷം രൂപയോളം നഷ്ടം. പണം പലിശയ്ക്ക് വാങ്ങിയായിരുന്നു കൃഷി നടത്തിയത്. ഞങ്ങളെല്ലാം പലിശയ്ക്ക് എടുത്തു. രാവും പകലും ഉറക്കമില്ലാതെ തൊട്ടി വെച്ചടിക്കുമ്പോൾ പാമ്പ് അങ്ങോട്ടിട്ട് മാറുന്നത്. അത്രയ്ക്ക് പാമ്പ് ഉള്ള സ്ഥലമാണ് ഇവിടെ. രാത്രി ഞങ്ങൾക്ക് ഉറക്കമില്ല. കഴിഞ്ഞ ഭാഗത്തെ പ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള കൊല അത്രയും മുറിച്ച് കയറ്റി പോയി. മാടങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ രാത്രി കിടക്കണത്. അരുവിക്കര പഞ്ചായത്തിലെ കാച്ചാണി, കളത്തുകാൽ, മയിലം മേഖലകളിൽ 6000-ലധികം വാഴകൾ നിലംപൊത്തിയെന്ന് കൃഷിവകുപ്പിന്റെ കണക്ക്. 1.5 കോടിയിലധികം രൂപ നഷ്ടം. 2 വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ ഈ വാഴ ഒടിഞ്ഞതിന് എഴുതി കൊടുത്തിട്ട് ഇന്ന് വരെ അതിൻ്റെ പേപ്പറുകളൊന്നും റെഡിയായിട്ടില്ല. കൃഷിഭവൻ ചോദിച്ചാൽ അവർ പറയുന്നത് അത് മോളിൽ നിന്നുള്ള ഇതൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇത്രയും നഷ്ടം വന്ന് കിടക്കേണ്ടത് ഞങ്ങൾക്ക് എന്തൊരു കിട്ടുമെന്നോ എന്തൊരു ചെയ്യുമെന്നോ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നോ ഞങ്ങൾക്ക് ഒരു രൂപവുമില്ല. ഏക്കറിന് 25,000 രൂപ മുതൽ 30,000 വരെ തുകയ്ക്ക് പാട്ടത്തിന് സ്ഥലമെടുത്താണ് പലരും കൃഷി ഇറക്കിയത്. കൃഷിനാശത്തിനുള്ള ആനുകൂല്യങ്ങൾ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ കർഷകർ തീർത്തും ദുരിതത്തിലാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.